ക്ഷേത്രങ്ങളിലെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നതിൽ പ്രതിഷേധവുമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നാമജപ പ്രതിഷേധ ധർണ ആരംഭിച്ചു. തത്സമയത്തിലേക്ക് ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഏവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് പൊതുസമൂഹം കഴിഞ്ഞ കാലങ്ങളിൽ നിലനിന്നിരുന്ന കേരള പോലീസ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ഏതാണ്ട് 20-ലധികം ക്ഷേത്രങ്ങളിൽ കേരള സംസ്ഥാനം രൂപീകൃതമായതു മുതൽ നാളിതുവരെ കേരള പോലീസ് നൽകിയിരുന്ന ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുവാൻ തീരുമാനിച്ച ആ നടപടിക്കെതിരെയാണ് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശാഖാ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു നാമജപ പ്രതിഷേധം സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം. ഇതിന്റെ വിവിധ വിഷയങ്ങളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നതിന് ആരാധ്യരായ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശാഖാ സമിതിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ഷാജു വേണുഗോപാലിനെ ക്ഷണിക്കുകയാണ്. ശ്രീ പത്മനാഭജി. ഇടയ്ക്കിടയ്ക്ക് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ചില ഉത്തരവുകൾ വന്നുകൊണ്ടിരിക്കുക. നമുക്കറിയാം, ലോക പ്രശസ്തമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു എന്ന് പറയുന്നത്, ഗാർഡ് ഓഫ് ഓണർ നൽകിയതിനു ശേഷം അതിന് പണം ആവശ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാവർക്കും, ഈ തലമുറയിൽപ്പെട്ടവർക്കും മുന്നേ ഉള്ളവർക്കും എല്ലാം അറിയാം, ഈ നാട് മുഴുവൻ തന്നെ പത്മനാഭന്റെ സ്വത്താണ്, പത്മനാഭന്റേതാണ് എന്നെല്ലാവർക്കും അറിയാം. അപ്പൊ പത്മനാഭന്റെ ഒരു ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് അതിന് ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന സമയത്ത് അതിന് പണം വേണമെന്ന് ആവശ്യപ്പെടുവാനുള്ള ധൈര്യം തന്നെ കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹിന്ദു സമൂഹത്തോടുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നും നാളെയുമായിട്ടൊക്കെ ഇവിടെ അനന്തപുരിയിൽ അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു തുടക്കമാണ്. ഇത് വരും ദിവസങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വ്യാപിക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ തുടക്കമാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ക്ഷേത്ര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ആചാര സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭക്തജന ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ക്ഷേത്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ള രീതിയിൽ ഇത്തരം കാര്യങ്ങളിൽ അതിന് ഇത്തരത്തിലുണ്ടാവുന്ന ഉത്തരവിനെതിരെ ആദ്യം ചോദ്യം ചെയ്യുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് ധാർമ്മികമായ ഒരു ധാരണയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ കാര്യകർത്താക്കൾക്കും ഭക്തജനങ്ങൾക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിച്ചിരിക്കുന്ന കർത്തവ്യം. ഞാൻ കൂടുതൽ കടക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഓരോ സംഘടനയുടെ
സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ ഇവിടെ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ, ഇതിന്റെ ആചാരപരമായ കാര്യങ്ങൾ കേൾക്കുവാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനായിട്ടാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ പരിപാടിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ശാഖയുടെ അധ്യക്ഷൻ ശ്രീ സന്ദീപ് തമ്പാനൂരാണ്. അദ്ദേഹത്തിന് ഈ ധാർമ്മിക സമരത്തിന്റെ പേരിൽ ഹൃദയംഗമായ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഇവിടെ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ ഗണേഷ് ജിയാണ്. ഗണേഷ് ജി ബ്രാഹ്മണ സഭയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. നമുക്കറിയാം, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഈ കാണുന്ന ചൈതന്യത്തിന് പിന്നിലെ ഒരു ഘടകം ഇതിന് ചുറ്റും നടക്കുന്ന വേദമന്ത്രങ്ങളാണ്. അതിന് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു സമൂഹമാണ് ബ്രാഹ്മണ സഭ. അതിന്റെ സംസ്ഥാന അധ്യക്ഷൻ, ബ്രാഹ്മണ ഫെഡറേഷന്റെ എല്ലാ ബ്രാഹ്മണ സംഘടനകളുടെയും ഇന്ന് സംസ്ഥാന അധ്യക്ഷനുമായി പ്രവർത്തിക്കുന്ന ഗണേഷ് ജി, അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം. അദ്ദേഹത്തിന് ഈ ധർണയുടെ പേരിൽ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ഇവിടെ പങ്കെടുത്ത് പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള മറ്റു വ്യക്തികൾ ശ്രീ ഉണ്ണികൃഷ്ണൻ, പൈതൃക രത്നം ശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അവർകളാണ്. അദ്ദേഹം സംസ്കൃത കോളേജിൽ നിന്നും പ്രിൻസിപ്പലായിട്ട് റിട്ടയർഡ് ചെയ്തു. ഇന്ന് സപ്താഹങ്ങളുടെ ആചാര്യനായി സനാതന ധർമ്മത്തിന് വേണ്ടി മുഴുവൻ സമയം നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ ഹാർദവമായി സ്വാഗതം അർപ്പിക്കുന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മേഖല രക്ഷാധികാരിയും ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ ഗോപാൽജി, അദ്ദേഹം ഈ ധർണയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തിനും ഈ ധർണയുടെ പേരിൽ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആരാധ്യനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ മുക്കംപാലമൂട് രാധാകൃഷ്ണൻജി, അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് ഈ ധർണയുടെ പേരിൽ സ്വാഗതം രേഖപ്പെടുത്തുന്നു. ശ്രീമതി അഡ്വക്കേറ്റ് ഗീത അയ്യപ്പ സേവാ സമാജത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. 41 ദിവസം ഇവിടെ അയ്യപ്പ സേവാ സമാജത്തിന്റെ പേരിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തൊട്ടുപിറകിൽ അതിന്റെ കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ആ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ വാർഡിന്റെ കൗൺസിലർ ശ്രീമതി ജാനകി അമ്മാൾ ഇവിടെ സന്നിഹിതയാണ്, നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ സംസാരിക്കുന്നു. അമ്മയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ശ്രീമതി ജയശ്രീ ഗോപാലകൃഷ്ണൻ, കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ മാതൃസമിതി, അമ്മമാരുടെ പ്രവർത്തനം നേതൃത്വം നൽകുന്ന മാതൃസമിതിയുടെ ജില്ലാ അധ്യക്ഷയാണ്. ജയശ്രീ ചേച്ചിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ശ്രീ ചാല മണി, അദ്ദേഹം വ്യാപാരി വ്യവസായി സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. പത്മനാഭസ്വാമിയുടെ ഒരു ഭക്തനുമാണ്, ദാസനുമാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. ക്ഷേത്രങ്ങളിലെ ഗാർഡ് ഓഫ് ഓണർ നിർത്തലാക്കുന്നതിൽ പ്രതിഷേധവുമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലാണ് നാമജപ പ്രതിഷേധ ധർണ ആരംഭിച്ചത്. തത്സമയം